Okay, good evening, guys. അങ്ങനെ ഒരു സീൻ പ്രതീക്ഷിക്കണ്ടായിരുന്നു, പ്രത്യേകിച്ച് വ്യാസക 425 blue, ഡിഫൻഡർ ആണ് 150 റൺ. ഫൈനൽ സ്കോർ 825 650 റൺ. 675 blue. അയ്യോ. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഈ ബ്ലോഗിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതെന്തെന്ന് വെച്ചാൽ, ഇവിടെ ഖത്തറിൽ സ്പൈക്കേഴ്സ് FC എന്നൊരു ഫുട്ബോൾ ക്ലബ്ബുണ്ട്. ഏകദേശം 50ഓളം പ്ലേയേഴ്സ് കളിക്കുന്ന ഒരു സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബാണ് സ്പൈക്കേഴ്സ് FC. ഈ സ്പൈക്കേഴ്സ് FCയിൽ ഒരു ഇൻ്റർ ലീഗ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നടന്നിരുന്നു, ഇത് സീസൺ 2 ആണ്. ഈ സ്പൈക്കേഴ്സ് FCയിലെ ഈ 50ഓളം പ്ലേയേഴ്സിനെ 4 ടീമായിട്ട് തിരിച്ച് ഈ 4 ടീം തമ്മിലാണ് ഈ ഇൻ്റർ ലീഗ് നടക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 4 ടീമിന് ഓരോ മാനേജേഴ്സ് ഉണ്ടാവും. അത് നമ്മൾ IPL ISL പോലെ ലേലം ചെയ്യുന്നുണ്ടല്ലോ, കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഓരോ പ്ലേയേഴ്സിനെ ലേലം ചെയ്ത് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ 4 മാനേജേഴ്സിനെയും ഈ പ്ലേയേഴ്സിനെ ലേലം ചെയ്ത് ഓപ്ഷൻ ചെയ്ത് വിളിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു ഇൻ്റർ ലീഗ് നടക്കുന്നത്. ഈ ഇൻ്റർ ലീഗ് സ്പോൺസർ ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ഈ സ്പൈക്കേഴ്സ് FCയുടെ സ്ഥിരം പ്ലെയറായ നിഷാദ് ഭായിയുടെ ഓണറിലുള്ള ക്രസൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്. ഈ ഇൻ്റർ ലീഗ് നടക്കുന്നത് ഫെബ്രുവരി 9 മുതൽ മാർച്ച് 1 വരെയാണ് ഇൻ്റർ ലീഗ് നടക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ നടക്കുന്നത് ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഗ്രീൻസ് റെസ്റ്റോറൻറ്റിൽ വെച്ചാണ്, കലുതിലുള്ള ഗ്രീൻസ് റെസ്റ്റോറൻറ്റിൽ വെച്ചാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ്റെ ഒരു രസകരമായ വീഡിയോസും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഈ വീഡിയോ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടതല്ലോ, അത് തന്നെ. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ക്രസൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് നമ്മുടെ സ്പോൺസർ. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. സ്പൈക്കേഴ്സിൻ്റെ ട്രഷറർ മിസ്റ്റർ അംജു, നമ്മുടെ സ്വന്തം അംജു ആണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. സ്പൈക്കേഴ്സ് ഫാമിലി, ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല, എന്നാലും എന്നെ അറിയാത്ത കുറച്ച് പേരുണ്ട്. കാരണം കുറച്ച് നാളായിട്ട് ഞാൻ കളിക്കാനൊന്നും അധികം വന്നിട്ടില്ല സ്പൈക്കേഴ്സ് ഫാമിലി. എൻ്റെ പേര് ലബീബ്. ഇന്ന് സ്പൈക്കേഴ്സ് FCയുടെ രണ്ടാം വർഷത്തിലേക്ക് നമ്മൾ ഇന്റർ ലീഗിനെ കൊണ്ടുപോവാണ്. സ്പോൺസറും നമ്മുടെ കൂടെ വന്നു. അതാണ് നമ്മുടെ ക്രസൻറ്റ് പ്രോപ്പർട്ടീസ്. അത് നമ്മുടെ സുഹൃത്ത് നിഷാദിന്റെ കുടുംബത്തിലുള്ള സ്ഥാപനമാണ് ക്രസൻറ്റ് പ്രോപ്പർട്ടീസ്. അത് അവതരിപ്പിക്കുന്ന സ്പൈക്കേഴ്സ് ഇന്റർ ലീഗ് സീസൺ 2 അതിനിവിടെ തുടക്കമാവുകയാണ്. സ്പൈക്കേഴ്സിന്റെ ഹൃദയ സ്തംഭനം നമ്മുടെ CEO ആളൊരു ബർത്ത്ഡേ കൂടി എടുക്കുന്നുണ്ട്. അപ്പൊ ആളെ ബർത്ത്ഡേ സെലിബ്രേഷൻ സീസൺ 2ന്റെ ഓപ്ഷനുള്ള തുടക്കമാവട്ടെ ഈ കേക്ക് കൂടി. സ്വാഗതം ഷാജിനിയാസ്. പരിപാടി തുടങ്ങുന്നതിന് മുന്നേ കഴിഞ്ഞ ദിവസം സ്പൈക്കേഴ്സ് FCയുടെ CEO നമ്മുടെ സ്വന്തം നിയാസ് ഖാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ കേക്ക് മുറിച്ചാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. I will switch to Indian because we also have Shahrukh over here, who doesn't follow Malayalam very well. Also Anzir, he doesn't speak good Malayalam. So Anzir has just come down from India for this league. We will just go to some of the highlights of season 1.
It was a very successful event. Once again, our sponsor was Crescent Properties. And the final was, of course, between Team Green and Team Yellow. So Amju versus Shaji Nias. And Green was runner-up. And the champions of season 1 was Team Yellow, captained by Shaji Nias. Shaji Nias, he is again the Yellow team honor for season 2 also. And Team Green was owned by Amju, our treasurer, who has been collecting the registration fees. And Team Red, owned by Nishad. Best defender was Basil. Most valuable player was Akash. Akash happened to be the most valuable player. Amazing. വലിയ ഐഡിയ ഇല്ലായിരുന്നു. അതിൻ്റെ ഭാഗമായി വളരെ രസകരമായിട്ടാണ് നമ്മൾ ഓരോ മത്സരങ്ങളിൽ പോയത്. നല്ല വാശിയിൽ നല്ല മനോഹരമായ കളികളാക്കി മുടിച്ചതും. നമ്മുടെ സീസൺ 2 ഓപ്ഷൻ തുടങ്ങുകയാണ്. അപ്പൊ അതെങ്ങനെ തുടങ്ങണം എന്ന് ഞങ്ങൾ കുറെ ചിന്തിച്ചു. ഒരു ടീം മാക്സിമം എടുക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ 10 പ്ലേയേഴ്സ് ആണ്. അപ്പോൾ 4 ടീമിനും കൂടി 40 പ്ലേയേഴ്സിനെയാണ് നമ്മൾ ഇവിടെ ഓപ്ഷൻ ചെയ്യുന്നത്, ഇൻക്ലൂഡിംഗ് മാനേജർ. ഇന്റർലീഗ് സീസൺ 2 ഓപ്ഷൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ റൂൾസും ലബീബായി വിവരിക്കുകയാണ്. അതെന്തെന്ന് വെച്ചാൽ 4 ടീമുണ്ടാവും. റെഡ്, ഗ്രീന്, യെല്ലോ, ബ്ലൂ ഇങ്ങനെ 4 ടീമുണ്ടാവും. 4 ടീമിനും ഓരോ മാനേജേഴ്സ് ഉണ്ടാവും. റെഡ് ടീമിൻ്റെ മാനേജേഴ്സ് അർഷാദ് ഭായ്, ബ്ലൂ നിഷാദ് ഭായ്, ഗ്രീന് ജെനിക്ക, യെല്ലോ നിയാസ്ക, ഇങ്ങനെ 4 മാനേജേഴ്സാണ്. ടോട്ടൽ 40 പ്ലേയേഴ്സാണ് നമുക്കുള്ളത്. ഓരോ ടീംസിലും 10 പ്ലേയേഴ്സ് വീതമാണ് ഉണ്ടാവുക. ഓരോ മാനേജേഴ്സിൻ്റെ കയ്യിലും $3000 ഉണ്ടാകും. അത് ഓൾറെഡി 10 പ്ലേയേഴ്സിന് $50 വെച്ച് അതിൻ്റെ ബേസ് വാല്യൂ ഉണ്ടാവും. അങ്ങനെ ബാക്കി $2500 അവരുടെ കയ്യിലുണ്ടാവുള്ളൂ. ഈ $2500 കൊണ്ട് 10 പ്ലേയേഴ്സിനെ അവർ സ്വന്തമാക്കണം. അതൊരു വലിയൊരു ടാസ്ക്കാണ്. അതൊരു വലിയ ടാസ്ക് എന്ന് പറയാൻ കാരണം ഫോർവേഡ്, മിഡ്, ഗോൾ കീപ്പർ, ബാക്ക് ഇവരെല്ലാവരെയും നോക്കി വേണം, സെലക്ട് ചെയ്ത് വേണം എടുക്കാൻ. ഈ $2500 കൊണ്ട് മറ്റുള്ളവർ വിളിക്കാതെ മറ്റുള്ള ഓരോ മാനേജേഴ്സും നല്ല നല്ല പ്ലേയേഴ്സിനെ നോക്കി അവരെ സ്വന്തം ടീമിലേക്ക് വേണമെന്നുള്ള വാശിയോടെ വിളിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ്. യെല്ലോ ടീമിന്റെ ക്യാപ്റ്റൻ വീണ്ടും യെല്ലോ ടീമിനെ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാൻ നമുക്ക് നോക്കാം. എന്താണ് ഇപ്രാവശ്യം അൻസീറിനെ എടുക്കൂ? അൻസീറിനൊക്കെ നാട്ടിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. എത്ര പോയിന്റ് അൻസീറിന് കൊടുക്കും എന്ന് കണ്ടറിയണം. വെൽക്കം നിഷാദ് ഭായ്, നിയാസ് ഭായ്. ടീമിനെ അറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ടീമാണ്. അതേപോലെ തന്നെയാണ് ലീഗിലും കളിക്കേണ്ടത്. അത് ഒരു ടീമിലുള്ള ഇതെല്ലാം വേറെ ടീമിൽ കുറച്ച് ആൾക്കാർ അങ്ങനെയല്ല. നമ്മളൊരു ടീമാണ്. നമ്മൾ സാധാരണ പോലെ തന്നെ കളിക്കുക. നമ്മളെ അറിയാൻ വേണ്ടി. ഗുഡ് ഈവനിങ് സ്പൈക്കേഴ്സ്. നമ്മൾ കഴിഞ്ഞ വർഷം വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഇന്റർലീഗ് കൊണ്ടുപോയത്. ഈ വർഷം നമ്മൾ അതിൽ കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ട് ചെയ്യണം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം വന്നത്. അതുകൊണ്ട് സ്പൈക്കേഴ്സ് ക്ലബ്ബ് അത് വീക്കിലി മാച്ചസ് അതിന് കണ്ടക്ട് ചെയ്യുക, ഇതിലേക്ക് കൂടുതൽ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുക. അതുകൂടാതെ ഇതിന് നമ്മളൊരു എല്ലാവരും ഒരു ഫാമിലി പോലെ. ഇതിൽ ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. ഓരോ പ്ലേയേഴ്സിനെ നമ്മൾ ഓപ്ഷൻ ചെയ്യാനും വിളിച്ചെടുക്കാനും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓരോരുത്തർ ഓരോ ആഗ്രഹം ഉണ്ടാവും, ഓരോ ടീമിന്റെ കൂടെ ചേരാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ അധികം നിങ്ങൾ അത് മനസ്സിലോട്ട് എടുക്കരുത്. ഫസ്റ്റ് അതിൽ എനിക്ക് റിമൈൻഡർ വെക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ 2-3 കാര്യങ്ങൾ അർഷദ് എടുത്തത്ര സമയം ഞാൻ എടുക്കില്ല. പക്ഷെ എന്തെങ്കിലും 2 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, ഈ ഇന്റർലീഗ് എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ തമ്മിലുള്ള വാശി കൂടും. പക്ഷെ അത് മാതിരി 100, 200, 1000, 2000 ഒന്നും കിട്ടില്ല. ചിലവര് ബേസ് പ്രൈസിൽ പോകും, ചിലവര് ഹൈ പ്രൈസിൽ പോകും. പക്ഷെ ഇപ്പോ ലബീബ് സഹായിച്ച ഒരു 3-4 ഓപ്ഷന്റെ ഭാഗമാവാൻ എനിക്ക് പറ്റി, ഓപ്ഷനർ ആവാൻ എനിക്ക് പറ്റി. നമുക്ക് ഫസ്റ്റ് പ്ലെയറിനെ കിട്ടിയുള്ളത് ഖത്തറിലെ തന്നെ ഐക്കൺ പ്ലെയർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
സെമീർ. അപ്പോൾ മാനേജേഴ്സ് നോക്കിയാണ് വിളിക്കാന്. അല്ലെങ്കിൽ ബ്ലൂ 50 ഐക്കൺ പ്ലെയർ ആണ്. ലാസ്റ്റ് നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരും. നിയാസ് ഭായ് ജിനിക 50 ഫസ്റ്റ് കോൾ. ഗ്രീൻ 150 റെഡ് 150 റെഡ് 250 275 red 300 blue 300 blue 300 blue. ഷിയാബ് മറ്റേ നിയാസ് ഭായിക്ക് പാസ് കൊടുക്കില്ല, വിളിക്കണില്ല. 400 red 425 blue 425 blue 450 yellow 475 blue 475 blue 500 yellow 525 blue 525 blue. ആകാശയുടെ 525 blue 525 blue. Yellow for 850 $850. 5 റൗണ്ടാണുള്ളത്. ഫസ്റ്റ് റൗണ്ട് ഫിനിഷ് ചെയ്തു, സെക്കൻഡ് റൗണ്ട് പോവാണ്. ഓക്കെ, സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യണ്. മിഡ്ഫീൽഡ് 125 yellow 125 yellow yellow second call. 500 blue 525 yellow 525 yellow first call. 550 blue 575 yellow. Pass is on to yellow for $675. Irshad midfield defender. Base price 50. Green defender ആണ്. 150 red 175 green 200 red 275 green. Okay, managers 50 for red 75 for blue green 75 for green 100 for red 125 for green 150 for red 175 for green. അക്ഷയഭായി വിട്ടുകൊടുക്കില്ല, ഓൾറെഡി പ്ലാൻ ചെയ്ത ടീമാണ്. ഫസ്റ്റ് കോൾ 825 for green. Second call 825 for green. Final call 825 for green. Shibel sold to green 825. Shibel 50 final call for blue. Shibel sold to blue. Okay, appo Abdul Samad start ചെയ്യാണ്. 175 yellow 200 red 325 yellow 350 red 325 yellow 350 red 375 yellow 400 red 475 yellow 450 red 475 yellow. Managers നോക്കി ഇതേ ദുപ്പാണ് ഡിഫൻസിൽ നിൽക്കുക, ഒരാളില്ല. അപ്പൊ സ്റ്റാർട്ട് ചെയ്യണ്. റെഡ് 50 red 50 for red 75 green 150 yellow 175 red 175 red 175 red 175 red first goal. ക്ലാസ്സിൽ നിൽക്കുന്ന സൈഡിൽ കൂടെ എങ്ങനെയായാലും ആരെയും വിടില്ല എന്നുള്ള വാശിയുള്ള ഒരു പ്ലെയർ ആണ്. അവിടെ വെച്ചിട്ടെങ്കിലും ഇടും. 100 red 125 red 150 green 150 green 825 green 850 red 870 1175 green 1175 green first call 1175 green second call 1175 green final call. 100 red 125 blue
1100 blue. Jerish. 1150 blue. Imma kitilla 1150 blue. 1150 blue. 1150 blue. First call. 1150 blue. Second call. 1150 blue. Final call. 175 green. 200 red. Okay, 200 red first call. 200 red second call. 225 green. 225 green. 225 green first call. 225 green second call. 225 green final call. Junaid, red for 50. Okay. 75 green second call. 75 green final call. Junaid sold to green for 75 dollars. അടുത്തത് ഡിഫൻഡർ ബാക്ക് മുഹമ്മദ് റാഷിദ്. ആരതി കൂടെ വന്നാലും എങ്ങനെയാലും വിടില്ല. മുഹമ്മദ് റാഷിദ് 175 ബ്ലൂ സെക്കൻഡ് കോൾ. 175 blue final call. Last call to blue 175. Answer yellow 50. They sell it. First call. Answer yellow 50. Second call. Answer yellow. Final call 50. Answer total yellow $50. 125 blue. 150 red. 175 blue. Okay, 150 blue first call. 175 green. 200 blue first call. 200 blue first call, 200 blue second call, 200 blue final call. Green 75. 75 green. 100 yellow, 125 blue, 125 blue, 125 blue first call, 125 blue second call, 150 yellow. 125 green, 150 blue, 200 blue, 200 blue, 225 yellow, 250 green, 275 yellow, 300 green. Fourth round. Jafar. Okay, Jafar 50 yellow. Jafar 50 yellow. Jafar 50 yellow. ഒരു ടീം എടുത്ത തൊട്ട് ഇന്ന് വരെ എല്ലാത്തിനും കൂടെ നിന്നിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. അപ്പോ ബിഗ് താങ്ക്സ് മാനേജേഴ്സ്. പിന്നെ നമ്മുടെ ചങ്ക്, നമ്മുടെ എല്ലാത്തിനും നടുന്നോളെന്ന് പറഞ്ഞ നമ്മുടെ സ്പോൺസറാണ്.
സ്പോൺസറിട്ടാണ് വരുന്ന ബാലൻസ് അത് പറഞ്ഞാൽ മതി, അത് ഞാൻ എടുത്തോളാം എന്നൊരു ഒറ്റ വാക്കാണ്. ഇതിന് പിന്നിൽ വേറെ ഒന്നുമില്ല. ആ ഒരു ധൈര്യത്തിലാണ് ഈ പരിപാടി. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരു എന്റെ കൂടെ നിന്നിട്ട് രാവും പകലും ഇല്ലാതെ ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഓരോന്നും പ്രോഗ്രാം ചെയ്തിട്ടാണ് ഈ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്തത്. അത് നമ്മുടെ മാനമാണ്. മാനോ വൺ ബൈ വൺ ആയിട്ട് ഓരോ സ്ലൈഡ് ഉണ്ടാക്കി അതിലൊക്കെ വെച്ചിട്ടാണ് ഈ പരിപാടി ചെയ്തത്. നമ്മളൊരു ബാക്ക് സപ്പോർട്ട് കോർഡിനേറ്റർ ഒക്കെ ആയിരുന്നു, പക്ഷെ എല്ലാത്തിന്റെ പിന്നില് ഹാർഡ് വർക്ക് അവന്റെ അടുത്തു നിന്നാണ് ആ സംഭവം പറയാൻ കഴിയും. ഇതൊക്കെയാണ് നമ്മുടെ ഒരു കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ട് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ സപ്പോർട്ടായിട്ട് കാരണം ആള് അത് വേറെ ലെവലാക്കി തരാൻ സംഭവം. അപ്പം ഇത്രയും സംഭവങ്ങളാണ് ഈ എക്സിക്യൂട്ടീവ് പാനലിൽ നിന്ന് സ്പൈക്കേഴ്സിൽ സംഭവിച്ചിട്ടുള്ളത്. ഇനി ഒഫീഷ്യലായി ഈ പ്രോഗ്രാം നന്ദി പറയാനായിട്ട് ബേസിനെ ക്ഷണിക്കുന്നു. Special thanks to our coordinators, Levi Bhai and Sabi. Special thanks to our Bibin zero angle for the photography. Our President Jinika and CEO Niaz Bhai. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.